அவர் தேங்காய் தண்ணி குடிக்காது. தட்டப்பயிறு குழம்பு இருக்குது. കുഴമ്പ് സൂപ്പർമാ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ കരുവാട് കറി അല്ലെങ്കിൽ ഉണക്കമീൻ കറി എന്നൊക്കെ പറയും കേട്ടോ. കുറച്ച് ചെറുപയറൊക്കെ ചേർത്ത് കറി വെച്ച് നോക്കിയല്ലോ. ചെറുപയർ, ഉള്ളി, തക്കാളി, കുറച്ച് വഴുതനങ്ങ, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ നമ്മൾ അരിഞ്ഞരിഞ്ഞായിട്ട് എടുക്കുക. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് കടുക് ഇട്ടുക, ഉലുവയിട്ട് പൊട്ടിക്കുക, ശേഷം കുറച്ച് വറ്റൽമുളക് ഇടുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മളിതിൽ എക്സ്ട്രാ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എക്സ്പെഷ്യലി മുരിങ്ങക്കായൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ഇടുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് വഴറ്റുക. അത്യാവശ്യം നല്ലതുപോലെ വഴണ്ട് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള പച്ചക്കറികൾ കൂടി നമുക്കിടുക. വെണ്ടയ്ക്ക, വഴുതന, മുരിങ്ങക്കോലൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് പാകമായിട്ടുള്ള ഉപ്പൊക്കെ ഇടുക. ശേഷം അതൊന്ന് വഴണ്ടതിന് ശേഷം ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, മല്ലിപ്പൊടി ഇടുക. പച്ചമണം മാറുന്നത് പോലെ നന്നായിട്ട് ആ എണ്ണയിലിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് നേരം ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പുളി ഒഴിക്കുക ആവശ്യത്തിന്. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമീൻ അല്ലെങ്കിൽ കരുവാട്, ചെറിയ മീൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ഇട്ട് കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കുറച്ച് നേരം അങ്ങനെ ഇരുന്നത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്തോട്ടെ. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു കറി നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇപ്പം ഈ ഒരു കറി കൊണ്ട് മാത്രം നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാനും പറ്റും. ഇതിൻ്റെ കൂടെ ചെറിയൊരു അച്ചാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് കഴിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് എരിവൊന്നുമില്ല. ഇത് നമുക്ക് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്രയും കളർ തോന്നിക്കുന്നത്. ശേഷം കറിയൊക്കെ വെന്തതിന് ശേഷം നമുക്ക് അടിപൊളി ഒരുള്ള ചോറിനോടൊപ്പം അടിപൊളി കറുവാട് കുഴമ്പ് സ്വാദിഷ്ടമായിട്ട് കഴിക്കാം. കരുവാട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് വെച്ച് നോക്കിക്കോളൂ. കരുവാട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ കറിയും തീർച്ചയായും ഇഷ്ടപ്പെടും.